ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെരീഫ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലെ മെനു സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. മെനു എന്ന് പറയുന്നത് നമ്മളുടെ വിഭവങ്ങളാണ്. നമ്മളുടെ വിഭവങ്ങൾ എപ്പോഴും വളരെ ടേസ്റ്റുള്ളതും വ്യത്യസ്തവുമായിരിക്കണം എന്നുള്ളതിന് നമ്മൾ യാതൊരു എതിരഭിപ്രായവും ആർക്കും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലുള്ള വിഭവങ്ങൾ തന്നെയാണ് നിങ്ങളിലുള്ളതെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുകൾ ഷെയർ ചെയ്ത് പോവുക എന്നുള്ളതല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു കൺസിസ്റ്റൻറ്റ് കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം സ്ഥിരമായിട്ട് നിങ്ങളെ തേടി വരുന്ന കസ്റ്റമേഴ്സ് ഇല്ലാതെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളെ വിജയിപ്പിക്കുക വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക, നല്ല രുചികളുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നല്ല രുചികളുള്ള പ്രൊഡക്റ്റുകളും യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകളും ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയും ഇല്ല. അതിനെന്ത് ചെയ്യണം? അത് നമ്മളുടെ കസ്റ്റമറുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട രീതി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ മെനുകൾ ഉപയോഗിക്കാറുള്ളത്, മെനു കാർഡുകളായിട്ട് ഉപയോഗിക്കാറുള്ളത്. എന്താണ് മെനു കാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നിർമ്മിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ ഇന്നതൊക്കെയാണ്, അതിന് ഇത്ര വില വരും എന്നുള്ളത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മൾ വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ചെയ്യുന്ന രീതി ഒന്ന് ഭംഗിയായി കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ് നമ്മൾ മെനു എൻജിനീയറിംഗ് എന്ന രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മെനു എൻജിനീയറിംഗ് എന്ന് പറയുന്നത്, നമുക്ക് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. നമുക്കൊരു ബിരിയാണിയിൽ നമുക്ക് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു ബിരിയാണി ഉണ്ട് എന്ന് കൂട്ടാം. ഈ ബിരിയാണിയെ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമറുടെ മുമ്പിൽ നമ്മുടെ മെനു കാർഡിലൂടെ നമ്മൾ അവതരിപ്പിക്കുക? നമുക്ക് റൈസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് മെനു ഉണ്ടെങ്കിൽ ആ മെനുവിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മെനു കൂടെ എഴുതി ചേർക്കും, ഇല്ലേ? അവിടെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും പ്ലെയിൻ റൈസ് ഉണ്ടാവും, അതേപോലെ ഗീ റൈസ് ഉണ്ടാവും, അതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാവും. ബിരിയാണി, ഈ സ്പെഷ്യൽ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണി എന്നുള്ള പേര് കൊടുത്തിട്ട് നമ്മൾ അവിടെ അതുകൂടെ ആഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ റൈസ് കണ്ടന്റ് നോക്കി വരുന്ന ഒരാൾക്ക് ഇതെന്താണ് എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഇത് എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അല്ല എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് ഓർഡർ ചെയ്യാതെ, അത് നമ്മുടെ ഒരു യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, അതിൽ നിന്ന് ലാഭം നമുക്ക് നല്ലോണം നേടിത്തരാൻ കഴിയുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ അവിടെ കസ്റ്റമേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അതിന് കൊടുക്കാതെ പോകുന്നതോടുകൂടി അതിലുള്ള ബിസിനസ് നമുക്ക് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ ഈ മെനു എൻജിനീയറിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കും. ഇത് കൂടുതൽ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് എവിടെ വെക്കുമ്പോഴാണ് കസ്റ്റമേഴ്സ്, ഈ ഡിസൈനിൽ എവിടെ വരുമ്പോഴാണ് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഇത് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു മെനു എഞ്ചിനീയർക്ക് മനസ്സിലാവും. അദ്ദേഹം അതനുസരിച്ച് ആ ഒരു മെനുവിൽ അത് പോസ്റ്റ് ചെയ്യും. പ്രധാനമായിട്ടും ഒരു മെനു എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് വരുന്ന മെനുകൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ മെനു ഐറ്റംസുകളും നമ്മൾ വെക്കേണ്ട സ്ഥലങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. നമുക്ക് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകളും കൂടുതൽ ലാഭം നമുക്ക് നേടിത്തരുന്ന പ്രൊഡക്റ്റുകളെയും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ മെനുവിലൂടെ കൊണ്ടുവരണം. നല്ല ഒരു മെനു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു 30% വരെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റുകളെ സഹായിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെനു നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നല്ല ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു മെനു എൻജിനീയറെ കൊണ്ട് നിങ്ങളുടെ മെനു ഒന്ന് വെരിഫൈ ചെയ്യിക്കുക, ഒന്ന് അനലൈസ് ചെയ്യിക്കുക. എന്നിട്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി തയ്യാറാവുക. കാരണം റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകൾ എന്ന് പറയുന്നത്, നമ്മളെ ഒരു റെസ്റ്റോറൻറ്റ് തുറന്നു വെച്ചാൽ അവിടെ വന്ന് കയറി ആളുകൾ കഴിച്ചിട്ട് പോയിക്കോളും എന്ന് കരുതുന്ന ഒരു പഴയ കാലഘട്ടമൊക്കെ മാറി. ഇപ്പം വരുന്ന ആളുകളെ മാക്സിമം ഇംപ്രസ് ചെയ്യിച്ചുകൊണ്ട് അവരിൽ നിന്ന് മാക്സിമം ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കേണ്ട കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല ഒരു മെനു ഡിസൈൻ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടുവരണം. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന കളറുകൾ, മെനുവിൽ ഉപയോഗിക്കുന്ന കളറുകൾ നിങ്ങളുടെ വിൽപ്പനയെ ബാധിക്കുന്നുണ്ട്. അതിലുപയോഗിക്കുന്ന വിഭവങ്ങളുടെ ഫോട്ടോകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ മെനു എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ യഥാർത്ഥ മെനുവിൻ്റെ ഫോട്ടോ തന്നെ നിങ്ങൾ ഇതിൽ കൊടുക്കണം.
ആളുകൾക്ക് അത് കാണുമ്പോൾ അട്രാക്റ്റ് ചെയ്യപ്പെടണം. ആ രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ആ മെനുവിൻ്റെ ഫോട്ടോസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് സ്പെഷ്യൽ ഫോട്ടോ സെഷൻ തന്നെ നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഫോട്ടോകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആ ഫോട്ടോകൾ കാണുന്നതോടുകൂടി ആളുകൾ വളരെയധികം ഇമ്പ്രസ് ആവും. നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ധാരാളം വിൽപ്പന നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മെനു സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മെനു വളരെ സിമ്പിളായിരിക്കണം. കാരണം ഒരു വലിയ ബുക്ക്ലെറ്റ് പോലെ ഒരു 10 പേജുള്ള ഒരു പേജ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് ഈ ബുക്കുകളൊക്കെ വായിച്ച് തീർക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഡൈനിങ് ഏരിയയിൽ ഇവർ ഈ മെനു റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം സമയം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കും. ഇവർ വരുന്നു, എത്രയും പെട്ടെന്ന് ഇവർക്ക് സർവീസ് കൊടുക്കുന്നു, ഇവർ എത്രയും പെട്ടെന്ന് ഇത് കഴിക്കുന്നു, ഇവർ പുറത്തു പോകുന്നു, അടുത്ത ഗസ്റ്റ് വരുന്നു. അങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു റൊട്ടേഷൻ അവിടെ നടക്കുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ലാഭകരമായിട്ട് നടത്താൻ കഴിയുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെനു ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ഗസ്റ്റിന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് വേണം സെറ്റ് ചെയ്യാൻ. അതൊരു വിദഗ്ധനായ ഒരു മെനു എഞ്ചിനീയർക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ സാധാരണ ഒരു ഗ്രാഫിക് ഡിസൈനർ രംഗത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു, അദ്ദേഹം ആ ഡിസൈൻ ചെയ്ത് തരുന്നതല്ല മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മെനുവിൽ നിങ്ങളുടെ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തണം. നിങ്ങൾക്ക് ലാഭം കൂടുതൽ നേടുന്ന പ്രൊഡക്റ്റുകൾ ഏതാണെന്ന് കണ്ടെത്തി അതിന് ഏറ്റവും കൂടുതൽ വിൽപ്പന ലഭിക്കണം. അത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന ലഭിക്കുക. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളെ മെനു എഞ്ചിനീയറിംഗിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു മെനു സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ബിസിനസ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മെനു ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഗസ്റ്റുകൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.